Vinayaka Godse, Nathuram Vinayaka Godse, Nathuram Vinayaka Godse. Mr. Godse, നിങ്ങൾക്ക് ആ പീഠത്തിൽ ഇഷ്ടാനുസരണം ഇരിക്കുകയോ ഇരിക്കാതിരിക്കുകയോ ചെയ്യാം. താങ്ക് യു യുവർ ഓണർ. ഈ അസ്തിത്വം പോലും അർത്ഥശൂന്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഇരിക്കുന്നു. ഈ ഇരിക്കുന്നവരെ നിങ്ങൾക്ക് മനസ്സിലായി? ഷുവർ. മാർപ്പാപ്പ, മഹാത്മാഗാന്ധി, കാറൽ മാർക്സ്. അതെ, നിങ്ങളുടെ ജൂറിമാരാണിവർ. ഗാന്ധിജി ഇതിൽ ഉൾപ്പെടുന്ന വിരോധമില്ലല്ലോ? വിരോധമോ? എനിക്കോ? കൊള്ളാം. ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിശ്വസിക്കുന്നതും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തെക്കാൾ സത്യസന്ധരായി ചുരുക്കം പേര് മനുഷ്യ സൃഷ്ടിയുണ്ടായിട്ടുള്ളൂ. നിങ്ങൾ വെടിവെച്ചതും അദ്ദേഹത്തെയാണ്? അതെ, അദ്ദേഹത്തെ ശാശ്വതമായ മഹത്വത്തിലേക്ക് ഉയർത്തിയതും ആ വെടിയുണ്ടകളാണ്. ഞങ്ങളുടെ ലോകത്ത് മഹാനാകാൻ മരിക്കണം, വെറും മരണമല്ല, അപമൃത്യു. പിന്നെ മഹാന്മാർ മരിക്കാറില്ല, മാഞ്ഞു പോകാറേ ഉള്ളൂ. സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞ. ഐ പ്രൊട്ടസ്റ്റ് യുവർ ഓണർ. ഇനിയും ഒരു സത്യപ്രതിജ്ഞയോ? അതെന്ത് സത്യം? നോൺസെൻസ്. നിങ്ങളുടെ ആ പഴയ ശീലം ഇവിടെയും ഒന്ന് ആവർത്തിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും സത്യത്തിന്റെ ഉത്തുംഗ ശിഖരത്തിലാണ്. ഇനിയൊരു സത്യപ്രതിജ്ഞ അർത്ഥശൂന്യമാണ്. ഭൂമിയിൽ ഉത്തര ധ്രുവത്തിൽ നിന്ന് ആർക്കെങ്കിലും വടക്കോട്ട് നടക്കാൻ കഴിയും? ഇല്ല, തെക്കോട്ട് മാത്രമേ കഴിയൂ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ സാക്ഷികളിൽ ഭൂരിഭാഗവും കോടതിയിൽ കയറുന്നത് സത്യപ്രതിജ്ഞയോടുകൂടിയാണ്. അവിടെ നിന്ന് ഇറങ്ങുന്നത് അറുപഞ്ചകരായിട്ടു. മിസ്റ്റർ ഗോഡ്സെ, നിങ്ങളുടെ വിധിന്യായത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോഴിവിടെ വായിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി എനിക്കത് കേൾക്കണമെന്നില്ല. ഞാനത് എത്രയോ തവണ കേട്ടു കഴിഞ്ഞു. അതൊരു നടപടിക്രമമാണ്. കഴിഞ്ഞ 36 വർഷമായി, അതായത് ഭൗതിക വർഷം, നിങ്ങളുടെ റിമാൻഡിലായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കേസ് പുനർവിചാരണയ്ക്ക് എടുത്തിരിക്കുകയാണ്. ദിസ് ഈസ് ഫൈനൽ. എന്നാൽ ഞാൻ ആ നടപടി തെറ്റിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വായ്ക്കപ്പലിന്റെ കാലത്ത് ഒരു വെള്ളക്കാരൻ എഴുതിയ ഇന്ത്യൻ പിനൽ കോഡാണ് ആ വിധിന്യായത്തിന് ആധാരം. ഓൾറൈറ്റ്. പക്ഷേ ആ പീനൽ കോഡ് ഇപ്പോഴും നിങ്ങൾ അംഗീകരിക്കുന്നല്ലോ? അൺഫോർച്ചുനേറ്റ്ലി യെസ്. സ്ഥലകാല സമ്മളിതമായ ഈ ബ്രഹ്മാണ്ഡ കലാഹത്തിലെ കോടാനുകോടി സ്വരപടലങ്ങളിലൊന്നായ ആകാശഗംഗ എന്ന സൗരവ്യൂഹത്തിന്റെ ഒരു കോണിൽ ചുറ്റിക്കറങ്ങുന്ന ഭൂമി എന്ന ഗോളത്തിൽ ഭാരതം എന്നു പേരായ ഒരു ഉപഭൂഖണ്ഡത്തിൽ ഗ്രിഗേറിയൻ കലണ്ടർ അനുസരിച്ച് 1910 മെയ് മാസം 9-ാം തീയതി വിനായക ഗോഡ്സെ എന്നു പേരായ ഒരു പോസ്റ്റ് മാസ്റ്ററുടെയും ലക്ഷ്മി എന്നു പേരായ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മകനായി ജനിച്ച എന്റെ ജനനത്തെ പറ്റിയുള്ള അഭിപ്രായം സന്നിഗ്ധമാണ്. എന്റെ ജനനത്തെ പറ്റിയോ മരണത്തെ പറ്റിയോ എനിക്ക് യാതൊരു ബോധവുമില്ല. അതിനിടയ്ക്കുള്ള ചില അന്തരാള കാലഘട്ടത്തെ കുറിച്ച് മാത്രമേ എനിക്കറിയാവൂ, അതും അവ്യക്തമായി മാത്രം. അന്തമില്ലാത്തൊരഗാധ ഗർത്തത്തിന് മീതെ വലിച്ചു കെട്ടിയൊരു വടമാണ് മനുഷ്യൻ. ഒരറ്റത്ത് തികഞ്ഞ വിസ്മൃതിയും മറ്റേ അറ്റത്തൊരു സങ്കല്പവും. ഇപ്പോഴോ സമ്പൂർണ്ണ നിർവൃതി. നഥു എന്ന ഓമനപ്പേരും രാമചന്ദ്രൻ എന്ന മാറാപ്പേരുമുള്ള നഥുറാം വിനായക ഗോഡ്സെ മഹാത്മാഗാന്ധി എന്ന് വിശേഷിക്കപ്പെടുന്ന കരംചന്ദ് മോഹനദാസ് ഗാന്ധി എന്ന വൃദ്ധനെ 1948 ജനുവരി 30-ാം തീയതി വൈകിട്ട് 5 മണിയും 10 മിനിറ്റും ആയപ്പോൾ ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ അങ്കണത്തിൽ വെച്ച് MO നമ്പർ 1 എന്ന അക്കമിട്ട് കോടതിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള കൈത്തോക്കുകൊണ്ട് നമ്പർ 606824 വെടിവെച്ചു കൊന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മിസ്റ്റർ ഗോഡ്സെ, നിങ്ങൾ കുറ്റപത്രം വായിച്ചു കേട്ടല്ലോ? Yes, Your Honor. Guilty or not guilty? Not guilty. Never ever guilty. Not going to be guilty. പക്ഷേ ഇതുവരെയുള്ള തെളിവുകളെല്ലാം തന്നെ നിങ്ങൾക്കെതിരായിട്ടാണല്ലോ. തെളിവോ? ഇനി എന്ത് തെളിവ്? ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ പരമരഹസ്യമായി നടന്ന ഒരു വിചാരണയ്ക്ക് ശേഷം എന്നെയും നാരായണ ദത്താത്രേയ ആപ്തേ എന്ന എന്റെ സുഹൃത്തിനെയും 1949 ഫെബ്രുവരി 10-ാം തീയതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തുടർന്ന് പഞ്ചാബ് ഹൈക്കോടതിയിൽ എന്റെ സുഹൃത്തുക്കൾ കൊടുത്ത അപ്പീൽ വാദത്തിന് ശേഷം ജസ്റ്റിസ് ഭണ്ഡാരി, ആത്മചരൺ, ഖോസ്ലെ എന്നിവരുടെ ഫുൾ ബെഞ്ചിൽ
വീണ്ടും തൂക്കാൻ വിധിച്ചു. 1949 ജൂൺ 22-ാം തീയതി. അതനുസരിച്ച് എന്നെയും മാത്തയെയും 1949 നവംബർ 15-ാം തീയതി അംബാല ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നു. വധം എന്ന കുറ്റത്തിന് വധം എന്ന ശിക്ഷ. ഇനി എന്ത് തെളിവ്? ഓർഡർ ഓർഡർ പ്ലീസ്. ഈ വിചാരണയും ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് 1948 ഇന്ത്യയിൽ സാധുവായിരുന്ന ഇന്ത്യൻ പിനൽ കോഡിന്റെയും ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെയും അടിസ്ഥാനത്തിൽ. അതെ, ഏതിനും ഒരു അടിസ്ഥാനം വേണമല്ലോ. എക്സ്ക്യൂസ് മീ യുവർ ഓണർ, ആ നിയമത്തിന് പോലും സ്ഥിരമായ ഒരു അടിസ്ഥാനവുമില്ലല്ലോ. അന്നത്തെ നിയമം ഇന്നത്തേക്ക് എത്ര മാറിക്കഴിഞ്ഞു. അന്ന് ഭ്രൂണഹത്യ ശിക്ഷാർഹമായിരുന്നു. ഇന്ന് പ്രസവിക്കുന്നതിന്റെ തലേ ദിവസം വരെ കുട്ടിയെ നിയമവിധേയമായി കൊല്ലാം. പിന്നെ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞും കൊല്ലാം. പട്ടിണിക്ക്. ഇന്നത്തെ ഇന്ത്യയിൽ, അതായത് ആർഷഭാരതത്തിൽ പ്രതിവർഷം 20 ലക്ഷം കുട്ടികൾ വീതം മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. പട്ടിണി കൊണ്ട് മാത്രം. ഈ വിചാരണ നിങ്ങളുടെ ആ പഴയ വിചാരണയുടെ ഒരു പുനരവലോകനമാണ്. അതായത് IPC സെക്ഷൻ 149 അൺലാഫുൾ അസംബ്ലി, സെക്ഷൻ 120B ക്രിമിനൽ കോൺസ്പിറസി, സെക്ഷൻ 302 മർഡർ. എങ്കിൽ ഇനി ഒരു വിചാരണ ആവശ്യമില്ലല്ലോ. എന്നെ ഒരിക്കൽ കൂടി തൂക്കി വന്നാൽ മതിയല്ലോ. ഓർഡർ ഓർഡർ പ്ലീസ്. ആ വിചാരണകൾ രണ്ടും ഓരോ പ്രഹസനമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. റെഡ് ഫോർട്ടിലെ വിചാരണയിൽ ആത്മചരൺ മാത്രമായിരുന്നു ജഡ്ജി. പഞ്ചാബ് ഹൈക്കോടതിയിലെ വിചാരണയിൽ 3 ജഡ്ജിമാരായിരുന്നു. 2 വിധിയിലും എനിക്കും മാത്തയ്ക്കും മരണശിക്ഷയുമായിരുന്നു. പ്രാചീന ഏതൻസിലെ കോടതിയിൽ 1000 ജഡ്ജിമാരായിരുന്നു. ഋഷിതുല്യനായ സോക്രട്ടീസിനെ കൊല്ലാൻ വിധിച്ചതും ആ കോടതിയായിരുന്നു. മിസ്റ്റർ ഗോഡ്സെ, നിങ്ങൾ എന്തുകൊണ്ട് അപ്പീൽ അപേക്ഷിച്ചില്ല? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഞാൻ അപ്പീലിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പീലിനേക്കാൾ എന്റെ ശ്രദ്ധ പതഞ്ജലി യോഗസൂത്രവും ഭഗവത്ഗീതയും പഠിക്കുന്നതിലായിരുന്നു. എന്നെ സംബന്ധിച്ച് ജയിലൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. മിസ്റ്റർ ഗോഡ്സെ, നിങ്ങൾ ഗാന്ധിയെ കൊന്നോ? ഇല്ല, നോട്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ നെഞ്ചിന് നേരെ വെടിവെച്ചു. കാഞ്ചി ഒന്നേ വലിച്ചുള്ളൂ. 3 ഉണ്ടകൾ പാഞ്ഞു കഴിഞ്ഞു. അചേതനമായ വെടിയുണ്ടകൾക്ക് പോലും ആ നെഞ്ചത്തേക്ക് ഇരച്ചു കയറാൻ എന്തൊരാവേശമായിരുന്നെന്നു. പക്ഷെ ഞാൻ കൊന്നില്ല. ആ വെടിയുണ്ടകൾ 3 ലക്ഷ്യത്തിൽ തന്നെ എത്തി. എന്റെ കൈവിരലിന്റെ ചെറിയൊരു വിറയൽ മൂലം ലക്ഷ്യം അല്പസ്വല്പം തെറ്റിക്കാണും. എങ്കിലും ആ ഉണ്ടകൾ ആ ദേഹത്ത് തന്നെ തറച്ചു കയറി. അതിന്റെ ഫലമായി ആ മഹാത്മാവ് മരിച്ചു? ഒരിക്കലുമില്ല. മിസ്റ്റർ ഗാന്ധിയും ഞാനും ഉൾപ്പെട്ട ഇന്ത്യയിലെ ഹിന്ദുക്കളാകമാനം വിശ്വസിക്കുന്ന, അവശ്യം വിശ്വസിച്ചിരിക്കേണ്ട ഭഗവത്ഗീത എന്ന പിനൽ കോഡിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. He was my senior. Is it? Congratulations, Your Honor. The same ശ്രീകൃഷ്ണൻ. അതെ, അദ്ദേഹത്തിന്റെ റൂളിംഗ് എന്താണെന്നോ, ഈ ആത്മാവിന് നാശമേ ഇല്ലെന്നാണ്. അപ്പോൾ നിങ്ങൾ കൊന്നില്ല? എവിടുന്ന്? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. സാഖ്യയോഗം 19-ാം വകുപ്പ് ഞാൻ അവിടുത്തെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. യേനം വ്യക്തിഹന്താരം യച്ഛൈനം അന്യദേഹതം ഉപഭൂതൗന വിജാനീതോ ന്യായം ഹന്തിനഹന്യതേ. അതായത്, ഈ ആത്മാവിനെ കൊല്ലുന്നു എന്ന് കരുതുന്നവനും ആത്മാവ് കൊല്ലപ്പെട്ടവൻ എന്ന് കരുതുന്നവനും സത്യം ഗ്രഹിക്കാത്തവനാണ്. ആത്മാവാരെയും കൊല്ലുകയോ ആരാരും കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല. ചുരുക്കത്തിൽ, ഗോഡ്സെ എന്ന ആത്മാവ് ഗാന്ധിജി എന്ന ആത്മാവിനെ കൊന്നിട്ടില്ല, കൊല്ലാനൊട്ട് സാധ്യവുമല്ല. എല്ലാം ഒരു മായ. മിസ്റ്റർ ഗാന്ധി, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മിസ്റ്റർ ഗോഡ്സെ, പക്ഷെ നിങ്ങൾ കരുതിക്കൂട്ടി ആ നെഞ്ചത്തേക്ക് വെടിവെക്കല്ലായിരുന്നോ? അതെ അതെ, അതിലെന്താ? യുവർ ഓണർ, ആദിമധ്യാന്തരഹിതമായി സനാതനമായി സർവഭൂതാന്തര്യാമിയായി വർത്തിക്കുന്ന ആ പരമാത്മാവിന് നാശമേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ചുരുക്കത്തിൽ ജനനമരണങ്ങളൊന്നില്ല, നിരന്തരമായ പുനർജന്മമേ ഉള്ളൂ. ഓർഡർ ഓർഡർ പ്ലീസ്. മിസ്റ്റർ ഗോഡ്സെ, എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ വെടിവെച്ചത്? വാട്ട് വാസ് യുവർ മോട്ടീവ്? അതോ പറയാം. ഭഗവത്ഗീത 22-ാം വകുപ്പിൽ വിശദീകരിക്കുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും നിസ്വാർത്ഥവും
നിഷ്കന്മഷവുമായ ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഞാനത് ചെയ്തത്. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗഹ്നാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണന്യന്യാനി സംയാതി നവാനി ദേഹി. ഇതി വചനാൽ മനുഷ്യൻ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിക്കുന്നത് പോലെ ദേഹി ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിക്കുന്നു. ആ നിലയ്ക്ക് ആ മഹാത്മാവിന്റെ പരമാത്മാവിനെ പൊതിഞ്ഞിരുന്നതും വർഷങ്ങളോളമുള്ള അശ്രദ്ധയുടെ ഫലമായി പഴകി നാറി ദ്രവിച്ചു തുടങ്ങിയതുമായ ആ ശരീരമാകുന്ന വസ്ത്രം ഒന്ന് അഴിച്ചു മാറ്റി വൃത്തിയായി ഒന്ന് അലക്കാൻ കൊടുത്തു എന്ന മഹത്കൃത്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നേക്ക് ഗ്രിഗേറിയൻ കലണ്ടർ അനുസരിച്ച് 1985 അത് ചീഞ്ഞഴുകി ഒരു ഭൂഖണ്ഡം മുഴുവൻ നാറിക്കുമായിരുന്നു. ഇന്ന് ആ പേര് പറഞ്ഞു പറഞ്ഞ് അവിടമാകെ നാറിച്ചു കഴിഞ്ഞു, മുടിച്ചു കഴിഞ്ഞു ഇദ്ദേഹത്തിന്റെ അരുമശിഷ്യന്മാർ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഇഷ്ടം അവരുടെ ശവത്തെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവരെ കാർക്കിച്ചു തുപ്പും, ജയിലറയിൽ ചങ്ങലക്കിടും, ഇഞ്ചിഞ്ചായി ചതച്ചു കൊല്ലും, ശവം പോലും കാണില്ല. മരിച്ചു കഴിഞ്ഞാലോ രക്തസാക്ഷി കണ്ടുപോകും, പ്രതിമകളും പണിയും. ചിലപ്പോൾ ഉപ്പിലിട്ട് കണ്ണാടിക്കൂട്ടിൽ പ്രദർശിപ്പിക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ. ഇതാ ഇദ്ദേഹത്തിന്റെ അരുമ ശിഷ്യൻ ലെനിന്റെ ദേഹവും ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഉപ്പിലിട്ടത് വേറെയുമുണ്ട്. ഗാന്ധി, നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ വെടിവെച്ചതിൽ നിങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല? ഒരിക്കലും. മിസ്റ്റർ മാർക്സ് എന്ത് പറയുന്നു? എനിക്ക് ഒരിക്കലും പരാതിയില്ല, ഉണ്ടായിട്ടുമില്ല. എന്റെ ലക്ഷ്യം തെറ്റുന്നതിനും ഇന്നത്തെ ലോകത്തിൽ ഏതൊരു രാഷ്ട്രത്തിന്റെയും തൽക്കാലമുള്ള നിലനിൽപ്പ് ഇടിയുടെ ആശ്രയിച്ചു തന്നെയാണ്. കാലം മാറുമ്പോൾ അതും മാറും. മിസ്റ്റർ ഗോഡ്സെ, നിങ്ങൾ ചെയ്ത കുറ്റത്തെ പറ്റി പശ്ചാത്തപിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കുറ്റം ചെയ്തെങ്കിലല്ലേ പശ്ചാത്തപിക്കേണ്ടു. ഞാൻ ചെയ്തത് കുറ്റമല്ല, ഒരു യജ്ഞമാണ്, മഹത്തായ യജ്ഞം. മിസ്റ്റർ ഗോഡ്സെ, ഇവിടെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മിസ്റ്റർ ഗാന്ധി ഈ നൂറ്റാണ്ടിലെ ശ്രദ്ധേയനായ തത്വജ്ഞാനിയായിരുന്നു. തീർച്ചയായും. പക്ഷേ തത്വജ്ഞാനികൾ ഈ ലോകത്തെ വ്യാഖ്യാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിലൊരു പരിവർത്തനം വരുത്തുകയാണ് വിപ്ലവകാരിയുടെ ലക്ഷ്യം. ഓർഡർ പ്ലീസ്. 2 നൂറ്റാണ്ട് കാലത്തെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത് അദ്ദേഹമല്ലേ? ഇന്ത്യയെ രക്ഷിച്ചെന്നോ? ഇദ്ദേഹമോ? പാവം അങ്ങനെ ധരിച്ചു കാണും. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ അനുയായികൾ ചെയ്തത് എന്താണെന്നോ? ഇന്ത്യയുടെ തല വെട്ടിമാറ്റുകയായിരുന്നു, ഇദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ. ആ ചോരപ്രളയത്തിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഒലിച്ചുപോയി. ഹിന്ദുവും മുസൽമാനും അത്ര തന്നെ അഭയാർത്ഥികളായി, നിരാധാരരായി. ഞാൻ ജീവിച്ചതും മരിച്ചതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. സ്വാതന്ത്ര്യമോ? ഇന്ന് അങ്ങനെ ഒരു സാധനം അവിടെ കണി കാണാൻ പോലും കിട്ടില്ല. അധികാരവും അടിമത്തവും പല കൈകളിലേക്ക് മാറി എന്ന് മാത്രം. സുഖക്കേട് ഭേദമായി രോഗി മരിച്ചു, അതാണ് രാജ്യതന്ത്രം. അതിൽ മാത്രം അവിടുന്ന് അജ്ഞാനിയായിരുന്നു. ഏതിൽ? രാജ്യതന്ത്രത്തിൽ. പിന്നെ മഹാത്മജി, ഈ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അതൊരു മിഥ്യയാണ്. ഒരർത്ഥത്തിൽ അതൊരു തരം ആത്മഹത്യയാണ്. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ലേ? ചെയ്തു. അപ്രായോഗികമായ പലതും അവിടുന്ന് ചെയ്തു, തികച്ചും ആത്മാർത്ഥമായി. പക്ഷെ പ്രായോഗികമല്ലാത്ത ആശയങ്ങൾ യുക്തിയുക്തങ്ങളായാൽ പോലും നിഷ്പ്രയോജനമായിരിക്കും. തിയറി അനുസരിച്ച് കടൽ വെള്ളത്തിൽ നിന്ന് 1 കോടി ടൺ സ്വർണ്ണമെടുക്കാം, പക്ഷേ ലാഭകരമല്ല.